ഹലോ ഗായ്സ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എല്ലാവരും കുറേ നാളായിട്ട് ചോദിക്കുന്നു നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളും ഒക്കെ ഒന്ന് കാണിച്ചു തരാമോയെന്ന്. അപ്പോൾ നമ്മുടെ വീടിനെ പറ്റി എല്ലാവർക്കും കാണാനും കേൾക്കാനും ഒക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ അങ്ങനത്തെ ഒരു വീഡിയോ നാളാന്ന് വിചാരിച്ചു. നമ്മൾ വീടിൻ്റെ പരിസരങ്ങളായിട്ടൊന്നും കാണിക്കുന്നില്ല, ഞാൻ വിചാരിച്ചു നമ്മുടെ വീട് മൊത്തത്തിലൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ആദ്യമേ നമ്മുടെ വീടിൻ്റെത് പുറത്തു നിന്നുള്ള ഒരു വ്യൂ ആദ്യം കാണിച്ചു തരാവേ, എങ്ങനെയായിരിക്കും എന്നുള്ളത്. നമുക്ക് ഒറ്റ നിലയ്ക്കുള്ളൊരു വീടാണ്. നമുക്കപ്പോൾ ഞാൻ പുറത്തു നിന്നുള്ളൊരു വ്യൂ ആദ്യം കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ പുറത്തു നിന്നുള്ളൊരു വ്യൂ. ഇങ്ങനെ വരും. ഞാൻ റോഡിൽ നിന്ന് കാണിച്ചു തരാവേ ആദ്യം. ഇത് നമ്മുടെ റോഡ് വരും. നമ്മൾ റോഡിൽ നിന്ന് നേരെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് നമ്മൾ കയറുന്നത് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ വീട്. ഇത് നമ്മുടെ വീടിനകത്തോട്ട് ആദ്യമേ കയറി വരുമ്പോൾ നമ്മുടെ കാർ പോർച്ചാണ്. ഇപ്പോൾ 2 സ്കൂട്ടർ മാത്രമേ ഇപ്പോൾ നമ്മുടെ കാർ പോർച്ചിലുള്ളൂ. ഇത് നമ്മുടെ ഗോഡൗൺ ആണ് കേട്ടോ. അതായത് നമ്മുടെ എന്തെങ്കിലുമൊക്കെ ആക്രി പൂക്രി സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൊണ്ടിടുന്നതെല്ലാം ഇവിടെയാണ് കേട്ടോ. അത് കഴിയുമ്പോഴാണ് നമ്മുടെ വീട് വരുന്നത്. അങ്ങനെ നമ്മൾ നേരെ കയറി നമ്മളിത് ഇങ്ങനെയാണ് നമ്മുടെ വീടിൻ്റെ അടുത്തോട്ട് പോകുന്നത്. നമ്മുടെ വീടിനുള്ളിലോട്ട് കയറുന്നതിന് മുമ്പ് നമുക്ക് ഇഷ്ടം പോലെ ചെടികളുണ്ട് കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതൽ ഇലച്ചെടികളാണുള്ളത്. നമുക്കിവിടെ എല്ലാം ചെടികളാണ്. ഇഷ്ടംപോലെ ചെടികളുണ്ട്. ഇവിടെ എല്ലാം ചെടികളുണ്ട്. ഞാൻ നടക്കുന്നതിൻ്റെ കുറച്ച് ഡിസ്റ്റർബൻസ് കാണും. സോ നമ്മളിങ്ങനെ നമ്മളിങ്ങനെയാണ് കേട്ടോ കയറുന്നത് നമ്മുടെ വീടിനുള്ളിലേക്ക്. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പിലും എല്ലാം നമ്മളിത് ഇങ്ങനെ ചെടികൾ വെച്ചിട്ടുണ്ട്. കണ്ടോ, നമ്മളിങ്ങനെ കേട്ടോ നമ്മുടെ സ്റ്റെപ്പിലെല്ലാം നമ്മൾ ചെടികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മളിത് നേരെ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ സിറ്റൗട്ടിലോട്ട് കയറുന്നത്. സിറ്റൗട്ടിലോട്ട് കയറുമ്പോൾ തന്നെ നമ്മളൊരു ഷൂ റാക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ സിറ്റൗട്ടിൻ്റെ സൈഡിലെല്ലാം നമ്മളിത് ഇങ്ങനെ ചെടികൾ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് കണ്ടോ. അങ്ങനെ നമ്മളിങ്ങനെ വന്നിട്ട് നമുക്കൊരു ഷൂ റാക്ക് ഉണ്ട് ഇവിടെ. പിന്നെ നമ്മുടെ തയ്യൽ മെഷീനും എല്ലാം നമ്മൾ സിറ്റൗട്ടിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ട ഈ സൈഡിലും എല്ലാം നമുക്ക് ചെടികൾ നമ്മൾ തൂക്കിയിട്ടിട്ടുണ്ട്. അത് കണ്ടോ, ഇതാണ് പുറത്തോട്ടുള്ളൊരു വ്യൂ. അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും റോഡാണ്. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിലും എല്ലാം നമ്മളിത് ഇങ്ങനെ ചെടികളെല്ലാം വെച്ചിട്ടുണ്ട് കണ്ടോ. നമ്മൾ ഇൻഡോർ പ്ലാന്റ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പോട്ടിലും ഇവിടെ തന്നെയാണ് കേട്ടോ നമ്മൾ വെച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ്. അവിടുന്ന് നമ്മൾ നേരെ ഉള്ളിലേക്കാണ് കേട്ടോ പോകുന്നത്. നേരെ കയറുമ്പം തന്നെ നമ്മുടെ ഈശോപ്പായുടെ ഒരു ഫോട്ടോ നമ്മൾ വെച്ചിട്ടുണ്ട്. നേരെ കയറി വരുമ്പോൾ ഇവിടെ പിന്നെ ചെറിയൊരു ലിവിങ് ഹാളാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഒരു ചെറിയൊരു ലിവിങ് ഹാൾ ചെറുതായിട്ട്. പിന്നെ നമ്മുടെ യേശോപ്പായുടെയും നമ്മുടെ റീതാമ്മയുടെയും മാതാവിൻ്റെ ഒക്കെ ഫോട്ടോസുകളും പിന്നെ അതിൻ്റെ ഓരോ കാര്യങ്ങളും എല്ലാം നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചെറിയൊരു ഹാളാട്ടോ, ചെറിയൊരു ലിവിങ് ഹാളായിട്ടാണ് ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ. നമ്മൾ നേരെ സിറ്റ് ഔട്ടിൽ നിന്ന് കയറി വരുമ്പോഴേ കാണുന്നതാണ് നമ്മുടെ ലിവിങ് ഏരിയ കേട്ടോ. ഇത് ഒരുപാട് വലുതൊന്നുമല്ല, ചെറിയൊരു ലിവിങ് സ്പേസ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മൾ സെറ്റ് ഇട്ടിട്ടുണ്ട്, നമ്മളൊരു ദിവാങ്കോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ TV സ്റ്റാൻഡാണ് കേട്ടോ. അവിടെ പഴയ ഒരു TV സ്റ്റാൻഡാണ്. അപ്പോൾ നമ്മൾ അതിങ്ങനെ ഇതൊക്കെ പൂക്കളൊക്കെ വെച്ചിട്ട് നമ്മുടെ മാതാവിനെയൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു പ്രെയർ ഏരിയയും കൂടെ പോലെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കിച്ചൂസിൻ്റെ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിവിടെ വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വെളിയിലിട്ടിരുന്ന ആരെയൊക്കെ എടുത്തിട്ട് പോയെങ്കിലോ എന്ന് വെച്ചിട്ട് നമ്മൾ അത് ഇവിടെ തന്നെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ലിവിങ് സ്പേസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ നമ്മൾ വെളിയിൽ നിന്ന് തന്നെ കയറി വരുമല്ലോ, സിറ്റൗട്ടിൽ നിന്ന് തന്നെ കയറി വരുമ്പോൾ ലിവിങ് ഏരിയയോട് തന്നെ ചേർന്ന് റൈറ്റ് സൈഡിൽ നമുക്കൊരു ബെഡ്റൂം ഉണ്ട്. അപ്പോൾ ആ ബെഡ്റൂം ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾ. ഇപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞല്ലോ ലിവിങ് ഏരിയയുടെ റൈറ്റ് സൈഡിലുള്ള ഒരു കൊച്ചു റൂമാണ് ഇത് കേട്ടോ. നമ്മൾ ഈ ഒരു റൂമിൽ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ബെഡ് ഇട്ടിട്ടുണ്ട്, ഇവിടെ ഒരു അലമാര വെച്ചിട്ടുണ്ട്, ഒരു AC ഉണ്ട്, ഫാൻ ഉണ്ട്. അപ്പോൾ ഇതൊരു ചെറിയൊരു റൂമാണ്.
അപ്പോൾ കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ചെറിയൊരു റൂമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൂം വന്നിട്ട്. ഇനി നമ്മൾ വീണ്ടും ഇതിൽ നിന്ന് പുറത്തോട്ടിറങ്ങി നമ്മൾ വീണ്ടും ലിവിങ് ഏരിയയിലോട്ട് ചെന്ന് കഴിഞ്ഞ് നേരെ മെയിൻ ഹാളിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി അതൊന്ന് കാണാവേ. നമ്മൾ വീണ്ടും ലിവിങ് ഏരിയയിൽ കൂടി ഇങ്ങോട്ട് വരുമ്പോൾ ഇത് നമ്മുടെ മെയിൻ ഹാളാണ്. നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ TV വെച്ചിട്ടുണ്ട്, നമ്മളൊരു ഡൈനിങ് ഏരിയ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ വീണ്ടും ഒരു ഷോക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. സത്യത്തിൽ അത് ഡൈനിങ് ഏരിയ ഷോക്കേഴ്സ് ആണ് വരുന്നത്, പക്ഷെ നമ്മൾ അങ്ങനെയല്ല സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അതിനകത്ത് ഫോട്ടോസും നമ്മൾക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു ഹാളായിട്ട് വരുന്നത്. ഞാൻ പിന്നെ നമ്മൾ മൊത്തത്തിലൊന്ന് കാണിച്ചു തരാവേ. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. നമ്മളിങ്ങനെ കയറി വരുമ്പോഴത്തേനും നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഡൈനിങ് ഏരിയ ആണ്. നമ്മൾ പിന്നെ ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു വാഷിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ആ ഒരു ഷോക്കേഴ്സ് വരുന്നത് വീണ്ടും നമ്മളിവിടെ ഒരു ദിവാങ്കോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദിവാങ്കോട്ടിൻ്റെ ഒരു പോർഷനാണ് അവിടെ. അത് കഴിയുമ്പോൾ ഇതാണ് നമ്മൾ ഇങ്ങനെ തന്നെ വരുമ്പോൾ തന്നെ നമ്മളിവിടെ TV ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്നൊരു വ്യൂ കാണിച്ചു തരാവേ. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഇവിടെ നിന്നാണ് ആ ഒരു ലിവിങ് ഏരിയ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. നമ്മളിവിടെ TV സെറ്റ് ചെയ്തിട്ടുണ്ട്, ദിവാങ്കോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലായിട്ടാണ് നമ്മൾ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മെയിൻ ഹാൾ വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ലിവിങ് സ്പേസ് ഇങ്ങനെ കടന്നു വരുമ്പോഴാണല്ലോ നമ്മുടെ മെയിൻ ഹാൾ വരുന്നത്. ഈ ലിവിങ് സ്പേസിലൂടെ തന്നെ ഇങ്ങനെ വരുമ്പോൾ വീണ്ടും നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വീണ്ടും ഒരു ബെഡ്റൂം വരുന്നുണ്ട്. അത് പപ്പയുടെ മമ്മയുടെ റൂമാണ്. അപ്പോൾ അങ്ങനെ സെക്കൻഡ് റൂമായിട്ടാണ് കേട്ടോ നമ്മളത് വെച്ചിരിക്കുന്നത്. അതാണ് നമ്മുടെ സെക്കൻഡ് റൂം. അപ്പോൾ ആ ഒരു റൂം നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അപ്പോൾ നമ്മുടെ ഒരു ലിവിങ് ഏരിയ കൂടി ഇങ്ങനെ വരുമ്പോൾ നമ്മൾ വീണ്ടും ഹാളാണെന്ന് പറഞ്ഞു. ഹാളിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കേട്ടോ ഈ ഒരു റൂം വരുന്നത്. ഇവിടെയാണ് പപ്പയും മമ്മിയുടെയും റൂമാണിത് കേട്ടോ. ഈ റൂമും അത്യാവശ്യം വലിയൊരു റൂം തന്നെയാണ് കേട്ടോ, കണ്ടാൽ പറയില്ല. അപ്പോൾ ഇതാണ് പപ്പയുടെയും മമ്മിയുടെയും റൂം. ഞാൻ അല്ലാണ്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതാണ് നമ്മുടെ സെക്കൻഡ് റൂം വരുന്നത്. ഇത് പപ്പയുടെ മമ്മിയുടെ റൂമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ നമ്മളൊരു വലിയൊരു കിങ് സൈസ് ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ് കേട്ടോ. ഞാനിപ്പോൾ ബാത്റൂമോ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. പിന്നെ ഒരു അലമാര കൊടുത്തിട്ടുണ്ട്, AC കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് റൂമായിട്ട് വരുന്നത്. ഇനി നമുക്കിത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു റൂമും കൂടെ ഉണ്ട്. നമ്മുടെ വീട്ടിൽ മൊത്തത്തിൽ 3 റൂമാണുള്ളത്. അപ്പോൾ ഫസ്റ്റ് റൂം കഴിഞ്ഞു, സെക്കൻഡ് റൂം കഴിഞ്ഞു, ഇനി നമുക്ക് മൂന്നാമത്തെ റൂം കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു റൂം കാണാവേ. വീണ്ടും ആ റൂം ഇറങ്ങി വന്നിട്ട് ആ സ്പേസിൽ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ നമ്മുടെ അടുത്ത റൂം വരുന്നത്. ഇതാണ് ഞങ്ങളുടെ റൂം. ഇതാണ് കേട്ടോ നമ്മുടെ റൂം. നമ്മൾ മറ്റ് വീഡിയോസുകളിലൊക്കെ ചിലപ്പോൾ ഈ ഒരു റൂം കണ്ടിട്ടുണ്ടായിരിക്കും. എൻ്റെ ലൈവിലൊക്കെ നമ്മുടെ ഈ റൂം തന്നെയാണ്. ഞാനിത് മൊത്തത്തിലൊന്ന് കാണിച്ചു തരാവേ. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ റൂം വരുന്നത്. ഇതാണ് ഞങ്ങളുടെ റൂം എന്ന് പറയുന്നത്. ഈ റൂമിൽ എന്ന് വെച്ചാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മിക്ക വീഡിയോസിലോ ലൈവിലോ ഒക്കെ നമ്മുടെ ഈ റൂം കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ റൂമിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു കിങ് സൈസ് ബെഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അതിപ്പോൾ ഞാൻ കാണിക്കുന്നില്ല. പിന്നെ 2 അലമാര വെച്ചിട്ടുണ്ട്. എൻ്റെ അപ്പൻ എനിക്ക് ശ്രീധനത്തിൻ്റെ വകയിൽ തന്ന അലമാരികളാണ് കേട്ടോ ഇത് രണ്ടും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ റൂമിൽ ഒരു AC വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ വീണ്ടും ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഇട്ടൊരു ടേബിളാണിത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ലൈവിൻ്റെ സമയത്ത് എനിക്ക് അപ്പുറത്തെ ഹാളിൽ ഇരുന്നായിരുന്നു ഞാൻ ലൈവൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്ത് വെട്ടത്തിൻ്റെ ഒരു ഇഷ്യൂ, പിന്നെ കുറച്ച് താന്നിരിക്കുന്നതൊക്കെ ഒരു പ്രോബ്ലം ഒക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ അപ്പുറത്തെ റൂമിൽ ഇട്ടിരുന്നായിരുന്നു ഈ ടേബിൾ. ആ ഒരു ടേബിൾ ഇപ്പം ഞാൻ ഈ റൂമിലോട്ട് മാറ്റിയിട്ട് ഞാനിപ്പോൾ ഇവിടെയാണ് ലൈവ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിനോട് ചേർന്ന് സ്റ്റഡി ടേബിളും കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാവേ. സോ നമ്മൾ ഇവിടെ നിന്നാണ് കേട്ടോ നമ്മളിങ്ങനെ റൂമിലൂടെ ഇങ്ങനെ കയറി നമ്മൾ വിൻഡോയുടെ സൈഡിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കട്ടിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. പിന്നെ നമ്മുടെ 2 അലമാരകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞൊരു ടേബിൾ വരുന്നത്. ഞാനിപ്പോൾ ഈ ഒരു ഫാനാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ നേരത്തെ പറഞ്ഞ നമ്മുടെ AC-ക്കും ഫാനിനും ഒരേ സമയം തന്നെ കംപ്ലയിൻറ്റ് വന്നത് റെഡിയാക്കാനുള്ള സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫാൻ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടേബിൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ കിച്ചൂസിൻ്റെ ഒരു സ്റ്റഡി ടേബിളും കൂടെ നമ്മൾ ഈ റൂമിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവൻ്റെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു ഏരിയ മുഴുവനും. ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു റൂം വരുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും ഈ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ഡൈനിങ്ങിൻ്റെ ആ ഒരു ഏരിയ ആണ് കാണുന്നത്. അവിടെ നിന്ന് നേരെ വീണ്ടും നമ്മൾ വരുമ്പോഴത്തേക്ക് നമ്മുടെ കിച്ചണാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കിച്ചൺ, നേരെ അകത്തുള്ള കിച്ചണാണ്. നമുക്ക് പുറത്തും ഒരു കിച്ചണുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാവേ. നമ്മളിപ്പോൾ വീട്ടിനുള്ളിലുള്ള കാര്യങ്ങളാണ് കാണിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു കിച്ചണാണിത് കേട്ടോ.
ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിനുള്ളിലൊരു അടുക്കള എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 2 കിച്ചൺ ആണുള്ളത്. ഒന്ന് പുറത്താണ് ഒരു കിച്ചൺ എന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ ഉള്ളിലെ കിച്ചൺ വരുന്നത്. നമ്മൾ വളരെ ചെറുതായിട്ടാണ് കേട്ടോ നമ്മൾ കിച്ചൺ ചെയ്തിരിക്കുന്നത്. എപ്പോഴും എല്ലാവരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് കിച്ചൺ എപ്പോഴും ഒരു വീടിന് ഏറ്റവും ചെറുതായിരിക്കണം. പക്ഷെ ഈ വീടിന് നമ്മൾ അങ്ങനെ തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ചെറിയ രീതിയിലാണ് കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഇത്രയും ഒരു ഭാഗം മാത്രമേ നമ്മുടെ കിച്ചണിനകത്തുള്ളൂ കേട്ടോ. എൻ്റെ ഇതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ കിച്ചണ്. ഞാൻ അതിനകത്തും ഡീറ്റെയിൽ ആയിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു സെറ്റപ്പിലാണ് കേട്ടോ സെറ്റ് ചെയ്തത്. നമുക്ക് ഒരുപാട് കബോർഡോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല. ഉള്ള സ്പേസിലുള്ളത് പോലെയാണ് കൊടുത്തത്, വാരി വലിച്ചൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വീടും നമ്മുടെ വീടിനകത്തുള്ള കാര്യങ്ങളും. അപ്പോൾ നമ്മൾക്ക് പിന്നെ ബാക്കി നമുക്ക് കിച്ചണൊക്കെ പുറത്തൊരു കിച്ചണൊക്കെ ഉണ്ട്. അത് നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അതേപോലെ വെളിയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മുടെ വീടും നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്ത് നമുക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് പറയാൻ മറക്കണ്ടായി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. ബൈ.